നമ്മുടെ ലാമിയും പാരൻറ്റും വന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കാണാൻ ഇറങ്ങിയതാണ്. നമ്മൾ ജസ്റ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അവരെ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാവരും കൂടെ കാണാനുള്ള ഒരു അവസരം. സോ ഞാനതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ലാമിയും പാരൻസും ഇവിടെ ഉണ്ടല്ലേ. സോ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇത് തേർഡ് എൻട്രി, BDS കോളേജിൻ്റെ എൻട്രി. ഈ എൻട്രി ഫുൾ ടൈം ഓണല്ലല്ലോ, 7:30 വരാം. 7:30 ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പണ്ടൊക്കെ ആംബുലൻസ് ഫുൾ ടൈം ഇതിൽ കൂടെ പോയിരുന്നത് അല്ലേ. ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ ക്യാമ്പസ് സ്കൂൾ, +1 +2 വരെയുള്ള സ്കൂളാണ്. നമ്മുടെ പിള്ളേരാണ്. ഇപ്പോൾ ഗവൺമെൻറ് പുതിയ പദ്ധതി കൊണ്ടുവന്നതിനനുസരിച്ച് സ്പെഷ്യൽ യൂണിഫോം ഒക്കെ കൂടിയാണ്. ഡോപ്പ സ്കൂളിലുണ്ട് കേട്ടോ, ഒഫീഷ്യലി അവരെ കോച്ചിങ് പാർട്ട്ണറാണ്. അവിടുത്തെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് ആദ്യമൊക്കെ കാഷ്വാലിറ്റിക്ക് എൻട്രി. പക്ഷേ ഇപ്പം മെയിനായിട്ട് അപ്പുറത്ത് കൂടെ തന്നെ ആംബുലൻസ് പോകുന്നത്. ഈ ജംഗ്ഷനിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ഇതിൽ കൂടെ വരും. ഇപ്പോൾ ഫസ്റ്റ് കയറിയാൽ നമ്മൾ കാണുന്നത് ആബിദിൻ്റെ കോളേജാണ്. ഇതാണ് കാഷ്വാലിറ്റി. ആക്ച്വലി കാഷ്വാലിറ്റിക്ക് ഫ്രണ്ടിലൂടെ എൻട്രി ഉണ്ട്. ഇത് നമ്മൾ ഡെന്റൽ കോളേജിൻ്റെ ഭാഗത്തൂടെ പോയി കുറച്ച് റഷ് കൂടുതലുണ്ടാകും അല്ലേ. OP കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OPയിലാണ് ആദ്യം മോർണിംഗിലെ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുക. OP കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാമിയ OP കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കാഷ്വാലിറ്റിയിൽ വരും. കാഷ്വാലിറ്റിയിലെ ഒബ്സർവേഷൻ ഏരിയയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് എൻട്രി. ഇത് 40 വർഷത്തോളം പഴക്കമുള്ള കാഷ്വാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സൈസേ ഉള്ളൂ. നല്ല റഷാണ്. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആളുകൾ പിന്നിൽ കൂടി പോകുന്നത് ഇങ്ങനെ പോസ്റ്റിംഗ് വരും. സെക്കൻഡ് പിള്ളേരൊക്കെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് പിള്ളേർ ഇത് കാണാനും ഒബ്സർവ് ചെയ്യാനൊക്കെ പോസ്റ്റിംഗ് ഉണ്ടാവും. എമർജൻസി ആയിട്ടുള്ള കേസ് ഫ്ലൈറ്റ് ഒക്കെ ക്രാഷ് ചെയ്ത സമയത്ത് ഇവിടെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അന്നൊന്നും മറ്റേ മാനേജുള്ള അത്ര സൗകര്യമില്ല. പക്ഷെ പുതിയ ബിൽഡിങ് വരുന്നുണ്ട്. ഇത് അപ്പുറത്തേക്കുള്ള പേഷ്യൻ്റ് നടന്നു പോയി കണക്ട് ചെയ്യുന്ന വഴി. ഇതിൻ്റെ ആദ്യത്തെ എൻട്രിയാണ് കാണിക്കാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ വാർഡ് 1ലേക്കുള്ള എൻട്രി. നമ്മുടെ പേഷ്യൻസിനൊക്കെ ഒരുവിധം പേരൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ ഗേറ്റിലൂടെ ഇറങ്ങി ഈ സെക്യൂരിറ്റിയുടെ അടുത്ത് പാസ് കാണിച്ചിട്ടാണ് കയറുക. ഇവിടെ സെക്യൂരിറ്റി കാണും. ഇവിടെ സെക്യൂരിറ്റി കാണും. ആ സെക്യൂരിറ്റിയുടെ അടുത്ത് പാസ് കാണിച്ചാൽ പറ്റില്ല. ഇതാണ് അവർ ന്യായവില മരുന്ന് ഷോപ്പൊക്കെ വെച്ചാൽ ഗവൺമെൻറ്റിൽ നിന്ന് കാശ് കുറഞ്ഞ മരുന്ന് കിട്ടുന്ന ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പിന്നെ കാഷ്വാലിറ്റി എന്നൊക്കെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറേ ബ്ലഡ് ടെസ്റ്റ് ഉള്ളെന്ന് ചെയ്യും. ബാക്കിയുള്ളത് അവിടെ ഒരു കാണാമല്ലേ, CHRWS, HDS അല്ലെങ്കിൽ ACR ലാബൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇതാണ് ഈ എൻട്രി കൂടെ നമ്മൾ പുറത്തിറങ്ങുന്നത്. മറ്റേ എൻട്രി കൂടെ കയറാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കൂടെയാണ് കാഷ്വാലിറ്റിക്ക് വരുന്ന വാഹനങ്ങളൊക്കെ പരിക്ക് പറ്റിയതോ അല്ലെങ്കിൽ എമർജൻസി കൊണ്ടുവരുന്നതൊക്കെ ഇതിലൂടെ കൊണ്ടുവരും. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ 3ാമത്തെ എൻട്രി ഗോൾഡൻ ജൂബിലി ഗേറ്റ്. ഇതൊക്കെ ശരിക്കും പേഷ്യൻസ് വരുന്ന ഏരിയകളാണ്. നമുക്ക് അക്കാഡമിക് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്യുന്നത് ഇതാണ്. ഇതിപ്പോൾ അഡ്മിഷനോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ ഒരു ഇതിൽ കൂടെ എൻട്രി. എൻ്റെ ഗേറ്റ് കാണാം, ഗോൾഡൻ ജൂബിലി ഗേറ്റ്. ഇവിടെ 50 വർഷമായ സമയത്ത് പണിത ഗേറ്റാണ്. ഇവിടെ മുതൽ അങ്ങോട്ടൊരു ക്യാമ്പസ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് OP ആണ്. അതാണ് മെയിൻ എൻട്രൻസ്. ഇത് കണ്ടില്ലല്ലോ, ഇത് കണ്ടില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നതാണ് OP. ഇത് കുട്ടികളെ ഹോസ്പിറ്റൽ, കുട്ടികളെ ലഞ്ചായി ഡെലിവറി, കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്, കുട്ടികളെ ICU ഒക്കെ ഇവിടെ ഉണ്ടാവുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ 4 നില താഴോട്ട്, 4-5 നില താഴോട്ടുണ്ട്. വലിയ ബിൽഡിങ്ങാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ സ്ട്രെങ്ത് കാണാം. ശരിക്കും ഇതിലൊരു എൻട്രി താഴെ ഉണ്ട്. ഈ ഒരു വലിയ ഹോസ്പിറ്റലിന് ഒരു എൻട്രി താഴെ കിടക്കുന്നുണ്ട്. നമുക്ക് തിരിച്ച് വരുമ്പോൾ കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുൾ OP, മെഡിസിൻ, സർജറി, എല്ലാത്തിൻ്റെയും OP, എല്ലാത്തിനും OP വരുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലാതെ ഇവിടെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. മെറ്റേണൽ ആൻഡ് ചൈൽഡിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഈ റൈറ്റിൽ കാണുന്ന ഈ വലിയ ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് ഇത് PMR. PMR എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് മെഡിസിനും
പരിക്ക് അതല്ലാതെ തന്നെ ഫിസിക്കൽ നമ്മൾ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയൂലേ, അതൊക്കെ ഇതിന് അണ്ടറിൽ വരുന്നതാണ്. PMR അണ്ടറിലാണ് വരുന്നത്. നമുക്ക് ക്യാമ്പസിനുള്ളിൽ തന്നെ ഒരു ബാങ്ക് ഉണ്ട്, SP. ഇതാണ് കാഷ്വാലിറ്റി ബിൽഡിങ്ങിന് വേണ്ടി വന്ന പുതിയത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആൻഡ് കാഷ്വാലിറ്റി ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാ സ്ഥലത്തിനും ഒരു ആകാശപാത കണക്ഷൻ പുതിയതെടുത്തത്. ഇതാണ് അക്കാഡമിക് ബ്ലോക്ക്. ഇവിടെയാണ് ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഫസ്റ്റ് ഇയേഴ്സിന്റെ അല്ല, എല്ലാവരുടെയും ക്ലാസ് അല്ലേ. ഓഫീസ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്ലാസ് നടക്കുന്നുണ്ടോ? ഇപ്പോൾ 2:30 എന്തോ ഏതെങ്കിലും തിയറി ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ടാവും. വയ്ക്കേണ്ടി വരും. 40 തിരിച്ചപ്പുറത്തേക്ക് കൂടെ നോക്കും. ഇതാണ് അതിൻ്റെ കോളേജിലേക്കുള്ള എൻട്രി. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇനി എമർജൻസീസൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. പുതിയൊരു ഓപ്പണിലൂടെ ആ സൈഡിലെ റോഡിലൂടെ വരും. കംപ്ലീറ്റ് ഇല്ല, അവിടെ ഒരു നടക്കുന്ന പാത മാത്രമേ ഉണ്ടാവും. ഇതാണ് റൈറ്റ് കാണുന്ന വലിയ ബിൽഡിങ്ങാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബിൽഡിംഗ്. കാർഡിയോളജി, നെഫ്രോളജി, OP-കളൊക്കെ ഇവിടെ ഉണ്ടാവുക. ഡയാലിസ് ചെയ്യുന്ന വിഭാഗത്തില്ല, ഡയാലിസ് ഇതൊക്കെ ഇവിടെ ഉണ്ടാവുക. ന്യൂറോളജി, ന്യൂറോ സർജറി, എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് അതിന് മേലേക്കുള്ള DM MCH ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് സാധനം ഓഡിറ്റോറിയം കോളേജിലെ കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നു. ഇവിടെ ഇത് ICH കാശില്ലെങ്കിൽ എല്ലാവരും ചായ കുടിക്കില്ല. മാസത്തിന്റെ എന്നെ എത്തുമ്പോൾ എല്ലാവരും അവിടെ ചായ കുടിക്കും. തുടക്കത്തിലെ കുറച്ചുണ്ട്. ഇതാണ് ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റൽ 2 MH2 ആണ്. ബോയ്സ് ഹോസ്റ്റൽ 2. ഇത് ഹൗസ് ഏജൻസിൻ്റെ ക്വാർട്ടേഴ്സ്. ആക്ച്വലി ഹോസ്പിറ്റലോട് അറ്റാച്ച് ചെയ്ത് അവിടെ തന്നെയാണ് ക്വാർട്ടേഴ്സ്. അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് HSQ ഇത് മാറ്റി ഹൗസ് ഏജൻസ് ക്വാർട്ടേഴ്സ്. മെൻസ് ഹോസ്റ്റൽ 1 ഉണ്ടാവും. ഈ സൈഡിലേക്ക് മെൻസ് ഹോസ്റ്റൽ 1, അതിൻ്റെ അപ്പുറത്തേക്ക് മെൻസ് ഹോസ്റ്റൽ. ഇത് മെൻസ് ഹോസ്റ്റൽ 2, അത് മെൻസ് ഹോസ്റ്റൽ 1. പിന്നെ ഇവിടെ വലിയൊരു ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്. അത് പുതിയ ഹോസ്റ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അല്ലേ. ഇതാണ് ഫസ്റ്റ് ഇയേഴ്സിനുള്ള. ഇപ്പോൾ ഗേൾസ് ഹോസ്റ്റൽ ഉള്ളത് പണ്ടത്തെ ഒന്ന് ബോയ്സ് ഹോസ്റ്റൽ. ഇനി ഫസ്റ്റ് ഇയേഴ്സിന്റെ ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഗേൾസ് ഹോസ്റ്റലായി. ഇത് ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ നിൽക്കുന്ന ബോയ്സ് ഹോസ്റ്റലാണ്. ഇത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് MH4 എന്തായാലും ഇപ്പോൾ മെയിൻ മാറ്റില്ലല്ലോ. മെൻസ് ഹോസ്റ്റൽ IV ബ്ലോക്ക്. ഈ 4th ആരോ ഒന്ന് വായിച്ചു തന്നെ മെൻസ് ഹോസ്റ്റൽ IV ബ്ലോക്ക്. ഇവിടെയാണോ പേഷ്യൻറ്റിന് IV കൊടുക്കാറെന്ന് ചോദിച്ചു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പാരാമെഡിക്കലിലെ ഹോസ്റ്റൽസ് കാര്യങ്ങളുണ്ട്. MH5. ഇത് PG ഹോസ്റ്റൽ. ഇത് PGന്റെ ഫാമിലി ഹോസ്റ്റൽ. ഫാമിലി ഹോസ്റ്റൽ. പിന്നെ ഇത് മാറ്റിയപ്പോൾ PGസിന് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കി. അങ്ങോട്ട് കുറച്ച് പുതിയ ക്വാർട്ടേഴ്സ് ഉണ്ട്. ജിയോ ക്വാർട്ടേഴ്സാണ് ഫസ്റ്റ് ഉള്ളത് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഇത് PGs കഴിഞ്ഞ് SR ക്വാർട്ടേഴ്സ് എന്ന് പറയാം, സീനിയർ റെസിഡൻസ് എന്ന് പറയാം. ഇപ്പോൾ PG കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വർഷം SR ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ക്വാർട്ടേഴ്സ് അങ്ങനെ നിൽക്കുന്ന. ഞാനിപ്പോൾ കഴിഞ്ഞ മാസമല്ലേ ഇറങ്ങിയുള്ളൂ. പക്ഷെ എൻ്റെ ക്വാർട്ടേഴ്സ് ഇവിടെ ഉണ്ട് കാണിച്ചത്. ഈ ബിൽഡിങ്ങിൽ 2nd ഫ്ലോറിൽ 1 to 3rd ഫ്ലോറിൽ അവിടെ കാണുന്നത്. വർഷം PG ചെയ്യുമ്പോൾ നമ്മൾ ഒരു വർഷം ഇവിടെ SRship ചെയ്യണം. ഞങ്ങളുടെ ബാച്ചിൽ 6 മാസം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് അലോട്ട് ചെയ്യുന്ന ക്വാർട്ടേഴ്സാണ്. അധികം ഫാമിലീസാണ് ഉണ്ടാവുക. ഏകദേശം എത്ര ഉണ്ട് അറിയോ സ്ഥലം? എത്ര ഏക്കറാണ്? ലാമി പറഞ്ഞു. ഇത് പറയും, വെറുതെ പറഞ്ഞു. 300 ഏക്കർ ഉണ്ട്. 300
300 ഏക്കർ ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ അങ്ങോട്ട് അവിടെ സ്റ്റേഡിയം കാണാണ്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് ഓരോ ഡോക്ടേഴ്സ് പല ദൂര സ്ഥലത്ത് നിന്ന് അവരൊക്കെ ഉണ്ടാക്കിയ ഓരോ A1 A2 ഉണ്ടാക്കിയ ക്വാർട്ടേഴ്സാണ്. പഴയ ബിൽഡിങ്ങാണ്. ഒരു 50 വർഷം താമസിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ അവിടുത്തെ പല സ്റ്റാഫുകൾ താമസിക്കുന്നുണ്ട്. ചെറിയ കാശിന് അവർക്ക് ക്വാർട്ടേഴ്സ് കിട്ടും. രണ്ട് ഭാഗത്തും കുറേ ക്വാർട്ടേഴ്സുകളൊക്കെ. നേരെ വന്നതിന് നമുക്ക് സ്റ്റേഡിയം അധികം ഗ്രൗണ്ടുകളൊക്കെ ഉള്ളായിരുന്നു. അപ്പം എന്താ നാഷണൽ ഗെയിംസ് വന്നു അല്ലേ? നാഷണൽ ഗെയിംസ് വന്ന സമയത്ത് ഇവിടെ ഒരു ഇതുണ്ടാക്കി, ഒരു സിന്തറ്റിക് ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതാണ് ഈ കാണുന്നത്. വൈകുന്നേരമാണെങ്കിൽ എല്ലാ സ്പോർട്സ് ഇവൻറ്റും എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. നേരെ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ പുറത്തേക്ക് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലോസ്ഡ് ക്യാമ്പസാണ്. നേരെ ഓപ്പണിംഗ് ഉണ്ടാവില്ല. ഉള്ളിൽ ജിമ്മൊക്കെ ഇല്ലടാ. ജിമ്മുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടാവും. ഈ സ്പോർട്സിന് എത്ര ഫാക്കൽറ്റീസ് ഉണ്ടോ? 2 പേര് അല്ലേ? ഫാക്കൽറ്റീസ് ഉണ്ടാവും. മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് ഫാക്കൽറ്റീസ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതിലാണ് ഈ സ്പോർട്സ് ബാക്കി കീമോതെറാപ്പികൾക്ക് പേഷ്യൻസിന് അവർക്ക് വന്നു പോകാൻ ബുദ്ധിമുട്ടായി. പല സംഘടനകളും സപ്പോർട്ട് ചെയ്യുന്ന പല സ്റ്റേ പുതിയ ഗസ്റ്റ് ഹൗസ് ഗവൺമെൻറ്റിൻ്റെ ഇവിടെ ഇവൻ്റൊക്കെ ഉണ്ടെങ്കിൽ റെൻറ്റിന് ഒരു ഫാക്കൽറ്റീസ് എക്സാമിന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഇവൻറ്റിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നിൽക്കുന്നത്. ഇത് ഡെൻ്റൽ കോളേജിന് ഹോസ്റ്റൽ അല്ലേ? BDSലെ ഗേൾസ് ഹോസ്റ്റൽ. ഇത് ഫാർമസി കോളേജ്. B.Pharm M.Pharm ഒക്കെ ഉള്ള കോളേജ് അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ അതൊക്കെ കോളേജിൻ്റെ പാട്ടാണ്. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് പുതിയ ലെക്ചർ തിയേറ്റർ കോംപ്ലക്സ്. അത് ലെക്ചർ തിയേറ്റർ കോംപ്ലക്സ് ആക്കുന്നതിന് മുന്നേ തന്നെ കോവിഡ് ടെസ്റ്റിങ്, അതിൻ്റെ മൈക്രോ ബയോളജിൻ്റെ ഏരിയ ഒക്കെ ആക്കി മാറ്റി. വലിയ ലാബൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ ലെക്ചർ മാറ്റി തൽക്കാലത്തേക്ക് അത് മാറ്റി. പിന്നെ ഇവിടെ എന്താ പുതിയ ഹോസ്റ്റൽസ് വരുന്നില്ല? HSQ ആണ് പുതിയത് വരുന്നത്. പുതിയ ഹോസ്റ്റൽ വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈബ്രറി കാണും. സെൻട്രൽ ലൈബ്രറി എന്ന് പറഞ്ഞ ഏരിയ. LRC കമ്പ്യൂട്ടർ നമുക്ക് ലേണിംഗ് സെൻറ്റർ, ലേണിംഗ് ആൻഡ് റിസോഴ്സ് സെൻറ്റർ. ബോർഡ് കാണുന്നില്ലടാ. ഇവിടെ പുറത്തേക്ക് ഒരു ബോർഡ്. റിസോഴ്സ് സെൻറ്റർ ഇതിനാണ് കുറേ കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളും അവിടെ നെറ്റൊക്കെ യൂസ് ചെയ്യാൻ, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ, സെമിനാർ ഉണ്ടാക്കാൻ. താഴേക്ക് നഴ്സിംഗ് കോളേജും കാണാം. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ലോകമാണ്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട അക്കാഡമിക് ബ്ലോക്കില്ലേ, ആ അക്കാഡമിക് ബ്ലോക്കിൻ്റെ അവിടെ നിന്നാണ് അതിലേക്കുള്ള ഒരു എൻട്രി. ചില ആളുകളൊക്കെ ഇവിടെ നിന്ന് ഇതിൽ കൂടെ ഒക്കെ പോസ്റ്റ്മോർട്ടം കാണാനൊക്കെ പോയി നോക്കുന്നത്. ഇവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടാബ്ലറ്റ്സ് അവിടെ ഉള്ളത്. ഹൗസസ് വേറെ ക്വാർട്ടേഴ്സാണ്. പണ്ട് ഇതാ ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന് ഇവിടെ ആയിരുന്നു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പം അതിൻ്റെ വർക്ക് നടത്തുന്നതുകൊണ്ട് അവിടേക്ക് മാറ്റി. മറ്റേതാകുമ്പോൾ ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നേരെ വന്ന്. കാരണം അന്ന് ഹൗസിൻസ് സമയത്ത് അധികം സമയം ഉണ്ടാവില്ല. വന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഫ്രഷായി പോകാനോ റൂമിലേക്ക് റെസ്റ്റ് ചെയ്യാൻ പോകാനോ ഒക്കെ അവിടെ തന്നെ ആയാലും നല്ലതാണ്.